യെസ്, വീണ്ടും ഡൽഹിയിലേക്ക്. അവിടെ കെ.സി. വേണുഗോപാലിന് സ്വീകരണം ഒരുക്കുകയാണ് ഡൽഹിയിലെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ. കേരളത്തിലെ അഭിമാനകരമായ വിജയത്തിന് ശേഷം ഡൽഹിയിലേക്ക് തിരിച്ചെത്തുകയാണ് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. കെ.സി. വേണുഗോപാലിന് സ്വീകരണം ഒരുക്കുന്നതിന് വേണ്ടി വിമാനത്താവളത്തിന് പുറത്ത് ഡൽഹിയിലെ കോൺഗ്രസ് പ്രവർത്തകർ, മലയാളികളായ കോൺഗ്രസ് പ്രവർത്തകരാണോ എന്നറിയില്ല, അവിടുത്തെ ഡൽഹിയിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് അദ്ദേഹത്തിന് സ്വീകരണമൊരുക്കാൻ പുറത്ത് കാത്തിരിക്കുന്നത്. തൗഫീഖ് അസ്ലം വിശദാംശങ്ങൾ നൽകും. തൗഫീഖ്, കേരളത്തിലെ വലിയ വിജയത്തിന് ശേഷം ഡൽഹിയിലേക്ക് തിരിച്ചെത്തുകയാണ് കെ.സി. വേണുഗോപാൽ. വലിയ പ്രവർത്തകരുടെ കൂട്ടം അവിടെ കാണുന്നു. അതിൽ മലയാളികളുണ്ടോ? എത്ര വലിയ സ്വീകരണമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്? ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിലാണ് കെ.സി. വേണുഗോപാലിന് ഡൽഹി വിമാനത്താവളത്തിൽ ഇപ്പോൾ ഒരു വലിയ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. 2 മണിക്കൂറിലധികം പ്രവർത്തകർ കെ.സിനെ കാത്ത് വിമാനത്താവളത്തിന് മുമ്പാണ് പുറത്തേക്ക് എത്തിയിട്ടുള്ളതാണ്. ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുതിർന്ന നേതാക്കളെല്ലാവരും കെ.സിയെ സ്വീകരിക്കാനായിട്ട് എയർപോർട്ടിൽ ഉണ്ടായിരുന്നു. മാധ്യമങ്ങളോട് ചെറിയ രീതിയിൽ പ്രതികരിച്ച ശേഷമാണ് കെ.സി ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം ചർച്ചകളുടെ തീരുമാനത്തിലെത്തും എന്ന് മാത്രമാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ വസതിയിൽ അല്പസമയത്ത് തന്നെ യോഗം ചേരും. 3 മണിക്കാണ് ഈ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. ആ യോഗത്തിൽ പങ്കെടുക്കാനായിട്ടാണ് കെ.സി. വേണുഗോപാൽ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗമാണ് അല്പസമയത്തിനകം തന്നെ ഖാർഗെയുടെ വസതിയിൽ ചേരുക. വേണുഗോപാൽ ഖാർഗെയുടെ വസതിയിലെത്തിയ ഉടൻ തന്നെ ആ യോഗം ആരംഭിക്കും. ആ യോഗത്തിൽ കേരളത്തിലെ നിരീക്ഷകർ തീരുമാനിക്കുക. ഒരു നിർണായക യോഗമാണ് അല്പസമയത്തിനകം തന്നെ ചേരാനായി പോകുന്നത്. വേണുഗോപാൽ കേരളത്തിൽ നിന്നും അല്പസമയത്തിനകം ഡൽഹിയിലെത്തിയത് വലിയ സ്വീകരണ പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ട്. മലയാളികൾ സ്വീകരണ ചടങ്ങിൽ ഉണ്ടാകുമെന്നാണ് നിലവിൽ നിൽക്കുന്നത്. ഭൂരിഭാഗം യൂത്ത് കോൺഗ്രസിന്റെയും ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും പ്രവർത്തകരായിരുന്നു ആ എയർപോർട്ട് പരിസരത്ത് അടിച്ചുകൂടിയിരുന്നത്. അവരാണ് കെ.സി. വേണുഗോപാലും മുദ്രാവാക്യം വിളികളുമായിട്ട് കെ.സിയെ സ്വീകരിക്കുകയും ഇപ്പോൾ കെ.സി അവിടെ നിന്ന് വിമാനത്താവളത്തിൽ നിന്ന് കെ.സി ഖാർഗെയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഖാർഗെയുടെ വീട്ടിലെത്തിയ ഉടൻ തന്നെ നിർണായകമായിട്ടുള്ള യോഗം ചേരും. ആ യോഗത്തിലായിരിക്കും കേരളത്തിലേക്ക് അയക്കുന്ന നിരീക്ഷകരുടെ ഒരു പട്ടിക കോൺഗ്രസ് തയ്യാറാക്കുക. അതിന് വൈകുന്നേരത്തോടുകൂടി തന്നെ ആരൊക്കെയായിരിക്കും കേരളത്തിലേക്ക് പോകുക എന്ന വിവരം കൂടി പുറത്തുവരും. യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെ.സി. വേണുഗോപാൽ വൈകുന്നേരത്തോടുകൂടി വീണ്ടും യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. യെസ്, കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ ഒരു നേട്ടം കൂടിയാണ് കേരളത്തിലേത്. കാരണം ഈ ഘട്ടത്തിൽ 5 സംസ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസ് ഭരണത്തിലേക്ക് തിരിച്ചു വന്നത്. അസമിൽ നിരാശാജനകമായ പ്രകടനമാണ് കോൺഗ്രസ് കാഴ്ചവെച്ചത്. അതിപ്പോൾ ബംഗാളിലായാലും തമിഴ്നാട്ടിലുമൊക്കെയായാലും കാര്യമായി തിരിച്ചുവരവ് നടത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ കെ.സി. വേണുഗോപാലിൻ്റെ തട്ടകത്തിൽ കേരളത്തിൽ വലിയൊരു നേട്ടം സ്വന്തമാക്കി ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത് കെ.സിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. അതിൻ്റെ ഒരു
പ്രതിഫലനം കൂടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ കാണുന്നത്. അവിടെ ഡൽഹിയിലെ കോൺഗ്രസ് പ്രവർത്തകരും അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുമാണ് കേസിക്ക് വലിയ സ്വീകരണം ഒരുക്കുന്നത്. ഡി ധനസുമോദ് കൂടിയുണ്ട്. സുമോദ്, പ്രവർത്തകരുടെ വലിയ ആവേശം അവിടെ കാണുന്നുണ്ട്. വലിയ സ്വീകരണം കേസിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. എങ്ങനെ കാണാം? സൈഫുദ്ദീൻ, അടുത്ത കാലത്തൊന്നും ഒരു മലയാളി നേതാവിന് ലഭിക്കാത്ത സ്വീകരണമാണ് വിമാനത്താവളത്തിൽ ഇപ്പോൾ KC വേണുഗോപാലിന് ലഭിച്ചിരിക്കുന്നത്. ഡൽഹി പ്രദേശിലെ ഡൽഹി PCC അധ്യക്ഷൻ തന്നെ നേരിട്ട് വരികയായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ഒരു ഭാഗത്തുണ്ടായിരുന്നു. അങ്ങനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മറ്റ് ഡൽഹി ഭാരവാഹികളുടെ ജനറൽ സെക്രട്ടറിമാരടക്കമുള്ള PCC അംഗങ്ങൾ അടക്കമുള്ളവരായിരുന്നു എത്തിയിരുന്നത്. അദ്ദേഹം എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മാലയിട്ടും ബൊക്ക കൊടുത്തും സ്വീകരിക്കുകയും അദ്ദേഹത്തിന് പുഷ്പകിരീടം അണിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാറ് കിടക്കുന്ന ഒരു ഭാഗത്തേക്ക് തന്നെ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് വലിയ ഒരു ജനക്കൂട്ടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒടുവിൽ വളരെ ബന്ധപ്പെട്ടാണ് അദ്ദേഹം കാറിൽ നിൽക്കുന്ന ഭാഗത്തേക്ക് പോയത്. പക്ഷേ കാറിൽ തൂങ്ങി തന്നെ ഒരു ആവേശത്തോടു കൂടി പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് KC വേണുഗോപാൽ ഇപ്പോൾ ഈ വിമാനത്താവളം വിട്ടുപോയത്. ഇന്ന് വളരെ നിർണായകമായ യോഗം ചേരാനിരിക്കുകയാണ്. മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലാണ് യോഗം. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും തീരുമാനിക്കാനുള്ളത്. ഒന്ന്, കേരളത്തിൽ MLA-മാരുടെ മനസ്സറിയാൻ വേണ്ടിയുള്ള നിരീക്ഷകരെ നിയോഗിക്കേണ്ടതുണ്ട്. ആ നിരീക്ഷകർ ആരാണ് എന്നുള്ളൊരു കാര്യം കൃത്യമായി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു യോഗമായിരിക്കും ചേരുന്നത്. ഇതിൽ മുതിർന്ന നേതാവായിരിക്കണം. ഇതിനകം തന്നെ ഇതുപോലുള്ള നേതാക്കന്മാരുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത് പരിചയമുള്ള നേതാക്കന്മാർ തന്നെ ആയിരിക്കണം. CWC അംഗമുണ്ടാകും. ഇതിനകം തന്നെ P. ചിദംബരത്തിൻ്റെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് കേരളത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള അവരുടെ നിരീക്ഷകരെ നിയമിക്കാൻ വേണ്ടിയുള്ള യോഗം ചേരുന്നുണ്ട്. മറുഭാഗത്ത് TVക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഇവിടെ തീർന്നിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. അവിടെ കോൺഗ്രസിന് പിന്തുണ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റു ചില ചെറിയ കക്ഷികളുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ അവിടെ സർക്കാർ രൂപീകരിക്കാം. ആ തരത്തിൽ ഒരു പിന്തുണ കൊടുക്കണോ? പിന്തുണ കൊടുത്താൽ അവർ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് DMK പുറത്തേക്ക് പോവുകയാണ്. ആ തരത്തിലുള്ള ഒരു ചർച്ചകളാണ് ഇന്ന് നടക്കാനുള്ളത്. മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഡൽഹിയിൽ തന്നെ തങ്ങുന്നുണ്ട്. ഇദ്ദേഹം KC വേണുഗോപാൽ കേരളത്തിലായിരുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഡൽഹിയിൽ തിരിച്ചെത്തുമ്പോൾ വലിയ സ്വീകരണം അവിടുത്തെ ഡൽഹിയിലെ കോൺഗ്രസ് പ്രവർത്തകരും ഡൽഹിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമാണ് അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കിയത്.